Welcome to Mira's English Hub. HSA ഇംഗ്ലീഷിന്റെ പ്രിപ്പറേഷൻ ഇനിയും തുടങ്ങാത്തവർക്കായിട്ട് ഇനി വെക്കേഷൻ കാലമാണ് വരുന്നത്. ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് എല്ലാ ടീച്ചേഴ്സിനും മാക്സിമം പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കിട്ടുന്നൊരു ടൈം കൂടിയാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഈ 60 days എങ്ങനെ പ്രൊഡക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം, അതിനെ ബേസ് ചെയ്തിട്ടൊരു വീഡിയോയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നത്. അതിനു വേണ്ടിയിട്ട് HSA ഇംഗ്ലീഷിന്റെ സിലബസിൽ ഏതൊക്കെയാണ് ഹോട്ട് ടോപ്പിക്സ്, അതിന്റെ വെയിറ്റേജ് എന്താണ്, എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഓരോ ഏരിയയിൽ നിന്നും പ്രതീക്ഷിക്കാം, ഒരു വർക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോകണോ, ജനറൽ പേപ്പറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഗ്രാമർ എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഗ്രാമറിന് എത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കേണ്ടിയിരിക്കുന്നു എന്നതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണുക. അപ്പോൾ ഈ ഒരു 60 days പ്രൊഡക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ HSA ഇംഗ്ലീഷിന്റെ പഠനം ഇനിയും തുടങ്ങാത്തവർക്ക് ആ ഒരു ഫൗണ്ടേഷൻ ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് വരാനും ടോപ്പ് റാങ്കർ ആയിട്ട് മാറാനും സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഏതൊക്കെയാണ് ഈ ഹോട്ട് ടോപ്പിക്സ് എന്ന് ഐഡന്റിഫൈ ചെയ്യാം. HSA ഇംഗ്ലീഷ് 60 days വെക്കേഷൻ സ്ട്രാറ്റജിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലോട്ട് വെക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ തുടങ്ങാത്തവർക്ക് കൂടി ആണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ഈ ഒരു സിലബസിലൂടെ ഒന്ന് കടന്നു പോവുക. നമ്മളൊന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിലബസ് നിങ്ങളുടെ ഫോണിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ആ സിലബസിലൂടെ കടന്നു പോവാനും സാധിക്കും. എന്നിട്ട് എന്ത് ചെയ്യണം? HSA ഇംഗ്ലീഷിന്റെ PYQs, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലുള്ള PYQs എന്ന് പറയുന്നത് 2022 PYQ ഈ സിലബസ് ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ 2015 PYQ കൂടി നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അതെന്തിനാണ്? നിങ്ങൾ ആദ്യം തന്നെ ഈ സിലബസ് ഒന്ന് നോക്കി സിലബസിലെ മോഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് ഈ രണ്ട് PYQസും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം വെയിറ്റേജ് ഓരോ ഏരിയാസിന് പോയിട്ടുണ്ട്, ഏതൊക്കെ ഏരിയാസിന് ഫോക്കസ് കൊടുക്കണം, എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് ഒരു വേഗ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഈ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വെയിറ്റേജ് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൂടി ഒരുങ്ങുന്നതാണ്. അപ്പോൾ ഈ വെയിറ്റേജ് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സർഫേസ് ലെവൽ ചോദ്യങ്ങൾ ഏതൊക്കെ ഏരിയ നിന്നും ചോദിച്ചിട്ടുണ്ട്, ആവറേജ് ലെവൽ ചോദ്യങ്ങൾ ഏതൊക്കെ ഏരിയാസിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്, അതുപോലെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം വന്നിട്ടുണ്ട്, ഞാനിവിടെ സർഫേസ് ലെവലും ആവറേജ് ലെവലും ഏതൊക്കെ ഏരിയാസിൽ നിന്നും ചോദിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് ഒരുപാട് ചോദ്യങ്ങൾ ഈ രണ്ട് കാറ്റഗറിയിലും ഉണ്ടായിരിക്കും. പക്ഷെ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതായത് 1, 2, 3, മാക്സിമം 3, അതിൽ കൂടുതൽ പോവില്ല എന്നുകൂടി ഓർക്കുക. അപ്പോൾ ഈ 4 പോയിന്റ്സ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ, അതായത് നിങ്ങൾ സിലബസ് നോക്കി, PYQs അറ്റംപ്റ്റ് ചെയ്തു, വെയിറ്റേജ് മനസ്സിലാക്കി, കൂടാതെ സർഫേസ് ലെവൽ, ആവറേജ് ലെവൽ, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ എത്ര എണ്ണം വരുന്നു എന്നൊരു വേഗ് ഐഡിയ ആണ് കേട്ടോ, അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇതും നിങ്ങളുടേതായിട്ടുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സുമായിട്ട് കമ്പയർ ചെയ്യുക. ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്. ഓരോ HSA ഇംഗ്ലീഷ് ആസ്പിറന്റും വ്യത്യസ്തരാണ് അല്ലേ? എല്ലാവരും പഠിക്കുന്ന രീതി ഒന്നല്ല, എല്ലാവരും ഒരേ രീതിയിലല്ല ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടേതായിട്ടുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സുമായിട്ട് ഇതിനെ ഒന്ന് ചേർത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്ട്രാറ്റജി ഒന്ന് കസ്റ്റമൈസ് ചെയ്യുക. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇത് സെറ്റ് ചെയ്തതിന് ശേഷം ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലിൽ നിങ്ങൾക്ക് റിലൈ ചെയ്യാവുന്നതാണ്. അതായത് അത് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ള ആപ്പ് ആവാം. അവിടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ് കിട്ടണം. അവിടെ കോംപ്രിഹെൻസീവ് ഇൻ ദ സെൻസ് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്, ടു ദ പോയിന്റ്, എക്സാമിന് എന്താണോ ആവശ്യം അതായിരിക്കണം അവിടെ ലഭിക്കുന്നത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം PYQs നിങ്ങൾ അനലൈസ് ചെയ്തു, നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട്. നമ്മൾ ഇവിടെ ഒരു 10th or 12th കഴിഞ്ഞിട്ട് എക്സാം എഴുതാൻ വരുന്ന ആൾക്കാരല്ലല്ലോ HSA ഇംഗ്ലീഷിന്റെ ആസ്പിറൻസ് എന്ന് പറയുന്നത്. HSA ഇംഗ്ലീഷിന്റെ ആസ്പിറൻസ് എന്ന് പറയുന്നത് ടീച്ചേഴ്സ് ആണ്. അപ്പോൾ ടീച്ചേഴ്സിന് എല്ലാത്തിനെയും കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കും എന്നതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കോംപ്രിഹെൻസീവ് കോണ്ടന്റ് ആയിരിക്കണം, ടു ദ പോയിന്റ് ഓഫ് എക്സാം ലേണിംഗ് മെറ്റീരിയൽസ് ആയിരിക്കണം നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇനി നമ്മൾക്ക് സ്ട്രാറ്റജി കിട്ടി, കസ്റ്റമൈസ് ചെയ്തു, അതുപോലെ തന്നെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ലേണിംഗ് മെറ്റീരിയൽസ് കിട്ടി, മാക്സിമം MCQs കിട്ടി എന്നൊക്കെ വിചാരിക്കുക. ഇനി ഇതൊക്കെ കിട്ടി എന്ന് പറഞ്ഞാലും നിങ്ങൾ
റിവിഷൻ ചെയ്തില്ല എങ്കിൽ ഇതൊന്നും ഒരിടത്തും നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ HSC ഇംഗ്ലീഷ് എന്ന എക്സാം ആവട്ടെ, ഈ എക്സാമില് നമ്മൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കാനായിട്ട് നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ഇവിടെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് മെമ്മറിയാണ്. ഓക്കെ, ഒരു മെമ്മറി ടെസ്റ്റ് എന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു എക്സാമിനെ കാണാനായിട്ട് പറ്റുക. ഒരു ഓവറോൾ ഒരു അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മെമ്മറി ടെസ്റ്റ് ആണ്. അപ്പൊ ഈ മെമ്മറി ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യേണ്ടിയിരിക്കുന്നു അല്ലെ. അതായത് ഈ കാര്യങ്ങൾ ഓർത്തിരിക്കണം, നമ്മളോട് വരികളുടെ എണ്ണം ചോദിക്കുന്നു, ഇയർ ചോദിക്കുന്നു, എത്ര സ്റ്റാൻസാസ് ഉണ്ടെന്ന് ചോദിക്കുന്നു, പബ്ലിക്കേഷൻ ഇയറും റിട്ടേൺ ഇയറും രണ്ടും രണ്ടായിട്ടുള്ള വർക്ക്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾക്ക് നല്ലൊരു മെമ്മറി പവർ ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പേസ്ഡ് റിവിഷൻ ചെയ്യേണ്ടത്. ഇവിടെ ഒരു റിവിഷൻ അല്ല, 2 റിവിഷൻ അല്ല, 3 റിവിഷൻ ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ഏറ്റവും യൂസ്ഫുൾ ആകുക എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ 60 ഡേയ്സ് നിങ്ങളൊരു വെക്കേഷൻ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളൊരു സ്പേസ്ഡ് റിവിഷൻ കൂടി അതിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അടുത്തതായിട്ട് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയയാണ് ജനറൽ പേപ്പർ ഫോക്കസ് ചെയ്യണോ, പാർട്ട് ബി ഫോക്കസ് ചെയ്യണോ, ഗ്രാമർ പഠിക്കണോ, ലിംഗ്വിസ്റ്റിക്സ് പഠിക്കണോ, ക്രിറ്റിസിസം പഠിക്കണോ എന്നൊക്കെ ഓരോ സ്റ്റുഡൻസ് എടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിനെ അടുത്ത് മനസ്സിലാക്കിയെടുത്തോളം ലിറ്ററേച്ചർ പാർട്ടിൽ നിങ്ങൾ ആദ്യത്തെ മൊഡ്യൂൾസ് ആയിട്ടുള്ള മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 ഇവിടെ നിന്നുമാണ് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതായത് നിങ്ങൾക്കൊരു 40 ക്വസ്റ്റ്യൻസ് ഈ ഏരിയയിൽ നിന്നും പ്രതീക്ഷിക്കാം. 40 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്നും പ്രതീക്ഷിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് സ്പ്ലിറ്റ് അപ്പ് കാണാൻ സാധിക്കും. അതായത് മൊഡ്യൂൾ 1 പോയിട്രിയിലെ 23 വർക്ക്സ് ആണുള്ളത്. അതുപോലെ മൊഡ്യൂൾ 2 ഡ്രാമയിൽ 10 വർക്ക്സും പ്രോസ് മൊഡ്യൂൾ 3 ചെല്ലുമ്പോൾ 12 വർക്ക്സുമാണ് നമ്മളുടെ മുന്നിലുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 45 വർക്ക്സ് ആണ് നമ്മളിവിടെ ടോട്ടൽ ആയിട്ട് പഠിക്കേണ്ടത് അല്ലെ. 45 വർക്ക്സ് പഠിക്കേണ്ടിയിരിക്കുന്നു. അതിൽ 23 പോയിട്രി, 10 ഡ്രാമ, 12 പ്രോസ് വർക്ക്സും ആണ്, പ്രോസ് ആൻഡ് നോവൽ. അപ്പോൾ 45, ഈ 45ൽ നിന്നും 40 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നു. ഇവിടെ ഒരു വർക്കിൽ നിന്നും 2 ചോദ്യം ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഒരു വർക്കിൽ നിന്നും ഒരു ചോദ്യം പ്രതീക്ഷിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലവരൊക്കെ വളരെ ഓരോ വർക്ക്സ് എടുത്ത് വെച്ചിട്ട് അത് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സപ്പോസ് ബ്ലൂസ്റ്റ് ഐ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആയിക്കോട്ടെ, അങ്ങനെയൊക്കെയുള്ള വർക്ക്സ് എടുത്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ മാക്ബത്ത് ആയിക്കോട്ടെ, ഇതൊക്കെ മാത്രം എടുത്തു വെച്ച് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാണ് എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരു വർക്കിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ഈ ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മാസം സപ്പോസ് നിങ്ങൾ ചെലവഴിക്കുന്നു എങ്കിൽ നിങ്ങൾ ഈ ഇത്രയും വിലപ്പെട്ട സമയം നിങ്ങൾ വേസ്റ്റ് ആക്കുന്നു എന്ന് തന്നെയല്ലേ പറയേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ 40 ക്വസ്റ്റ്യൻസ് ആണ്. 40 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ഈ 3 മോഡ്യൂളിൽ നിന്നും പ്രതീക്ഷിക്കാൻ സാധിക്കുക. 40 ക്വസ്റ്റ്യൻസ്, 45 വർക്ക്സ്, അതിലവർ റാൻഡം ആയിട്ട് ഏതും സെലക്ട് ചെയ്യാം. നമ്മൾക്ക് ഇതാണ് ഇമ്പോർട്ടന്റ്, അത് ഇമ്പോർട്ടന്റ് അല്ല എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. അത് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററിന്റെ മൈൻഡ് സെറ്റ് ആയിരിക്കും. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വർക്ക്സ് ഏതെങ്കിലും അദ്ദേഹത്തിന്റെ കണ്ണിൽ പെടുന്നു എന്നിരിക്കട്ടെ, അതിൽ നിന്ന് ഒരു ചോദ്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ 40 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഈ ഒരു ഏരിയ, ഈ 3 മോഡ്യൂൾസും ഈ 60 ഡേയ്സ് കൊണ്ട് ഈ വെക്കേഷനിൽ നിങ്ങൾ കവർ ചെയ്യൂ. 40 മാർക്സിന്റെ ഏരിയ നിങ്ങൾ നന്നായിട്ട് പഠിച്ചെടുക്കുന്നു എന്നിരിക്കട്ടെ. നിങ്ങളൊരു ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു 50% കാര്യം ചെയ്തു കഴിഞ്ഞു. ഏപ്രിൽ മെയ്യിൽ തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നതാണ് അതിന്റെ അർത്ഥം അല്ലെ. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ പഠനം കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കണം. ഒരു വർക്കിൽ നിന്നും ഒരു ചോദ്യം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. അതിൽ കൂടുതൽ ചോദ്യം ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏണസ്റ്റ് എടുക്കട്ടെ, അതിൽ നിന്ന് 5 ചോദ്യം വരുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ കിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്താണോ എക്സാമിന് ആവശ്യം ആ രീതിയിൽ വേണം നിങ്ങൾ നിങ്ങളുടെ പഠനം ചിട്ടപ്പെടുത്താനായിട്ട്. അടുത്തതായിട്ട് മൊഡ്യൂൾ 4 ലിറ്റററി ക്രിറ്റിസിസം, മൊഡ്യൂൾ 5 ലിംഗ്വിസ്റ്റിക്സ്, അതുപോലെ തന്നെ മൊഡ്യൂൾ 8 ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഏരിയാസിനെ ബേസ് ചെയ്ത് എല്ലാവർക്കും
ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എത്ര ഡെപ്തിൽ ഈ ഏരിയാസിനെ മനസ്സിലാക്കണം എന്നതാണ്. ഇപ്പോൾ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ഏരിയ, ഈ ഒരു മൊഡ്യൂൾ ഒരു ലിറ്ററേച്ചർ സ്റ്റുഡന്റിനെ ബേസ് ചെയ്ത് ഇത് എത്രത്തോളം ഡെപ്തിൽ നിങ്ങൾ പഠിക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ഒരു വർക്കിനെ അനലൈസ് ചെയ്യാനും ഈ ഒരു സബ്ജക്റ്റിനെ ഒരു വൈഡർ ആംഗിളിൽ കാണാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ലിംഗ്വിസ്റ്റിക്സിലോട്ട് വരുമ്പോൾ നമ്മളുടെ പ്രൊനൗൺസിയേഷനെ കുറിച്ചും സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ചും നമ്മുടെ ലാംഗ്വേജിന്റെ ആ ഒരു സയന്റിഫിക് ബേസിനെ കുറിച്ച് അടുത്തറിയാനായിട്ട് ഹെൽപ്ഫുൾ ആകുന്ന ഒരു ഏരിയയാണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ആസ് എ ടീച്ചർ നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെ ക്ലാസ് റൂമിൽ അപ്ലൈ ചെയ്യാം, ആ ഒരു പ്രാക്ടിക്കൽ സൈഡ് കൂടി നിലനിൽക്കുന്ന ഒരു ഏരിയയാണ് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഈ സിലബസ് എന്ന് പറയുന്നത് ഒരു ടീച്ചറിനെ ഇത് പഠിക്കുമ്പോൾ നമ്മൾ ഈ റോട്ട് ലേണിംഗ് മാത്രം ചെയ്യാതെ ഇതിനെ പ്രാക്ടിക്കൽ ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം. ഇപ്പൊ നമ്മൾ സ്കിൽസിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് ഒക്കെ പഠിക്കുന്നു. ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി നമ്മളുടെ ക്ലാസ് റൂംസിലും റിഫ്ലക്ട് ചെയ്യണം. അപ്പോഴാണ് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു എക്സാമിന് പഠിച്ചു അടച്ചു വെച്ചു അത്രേ ഉള്ളൂ. ഓക്കെ, അതിനപ്പുറത്ത് നമ്മൾ ചിന്തിക്കണം. എന്നാൽ മാത്രമാണ് ഈ AI യുഗത്തില് ഒരു ടീച്ചറിന് വ്യത്യസ്തമായിട്ട് നിൽക്കാൻ സാധിക്കുക. അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ എപ്പോഴേ റീപ്ലേസ് ചെയ്യപ്പെടും അല്ലെ. അതുകൊണ്ട് ലിറ്റററി ക്രിറ്റിസിസം, അപ്പോൾ ലിറ്റററി ക്രിറ്റിസിസം എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു 7 ചോദ്യങ്ങൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പൊ 7 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ മെയിൻ ആയിട്ട് 9 ടോപ്പിക്സ് ഉണ്ട്. പിന്നീട് ലിറ്റററി ടേംസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ 9 ടോപ്പിക്കിൽ നിന്നും 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിലൊരു ചോദ്യം രസയായിരിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. കാരണം രസാധ്വനി ബേസ് ചെയ്ത് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം കണ്ടിട്ടുള്ളത് രസ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ രസ തിയറി ബേസ് ചെയ്തൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇതുവരെ കണ്ടിട്ടുള്ളത് രസ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ധ്വനി ചോദിച്ചേക്കാം. എന്നാലും ആ ഒരു പ്രോബബിലിറ്റി രസക്കാണ് കൂടുതലുള്ളത് എന്ന് ഓർക്കുക. അതുപോലെ അരിസ്റ്റോട്ടലിന്റെ പോയറ്റിക്സ് ഡെഫിനറ്റ് ആയിട്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് പോയറ്റിക്സിൽ നിന്നും പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ രസ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പോയറ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നീട് വേർഡ്സ്വർത്ത് അല്ലെങ്കിൽ കോളറിഡ്ജ്, ഇവർ രണ്ടിൽ നിന്നും ആരെങ്കിലും ഒരാളായിരിക്കും. ഓക്കെ, ഒരാളിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, വേർഡ്സ്വർത്ത് അല്ലെങ്കിൽ കോളറിഡ്ജ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനായിട്ട് പറ്റുക T.S. എലിയറ്റ് ആണ്. T.S. എലിയറ്റിന്റെ ഒരു ചോദ്യം ഉറപ്പാണ്. T.S. എലിയറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ ഷോവോൾട്ടർ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം ബേസ് ചെയ്തൊരു ചോദ്യവും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ സോഷോർ ചോദിക്കാം, അതൊക്കെ അവരുടെ ഇതായിട്ടുള്ള ലെവലില്. ഇപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ഏരിയാസ് ഞാൻ പറഞ്ഞു. നമ്മളുടെ രസ തിയറി പഠിക്കണം, പോയറ്റിക്സ് പഠിക്കണം, അതുപോലെ തന്നെ T.S. എലിയറ്റിന്റെ ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലന്റ് പഠിക്കണം, ഷോവോൾട്ടർ പഠിക്കണം. ഓക്കെ, അപ്പൊ 4 ചോദ്യങ്ങളായി. 5 ചോദ്യം എന്നാണ് ഞാൻ പറഞ്ഞത്. 4 ഇമ്പോർട്ടന്റ് ഏരിയാസ് ഞാൻ പറഞ്ഞു. ഇനി ടേംസിലോട്ടാണ് വരുന്നത്. ഈ ടേംസില് ചോദ്യങ്ങൾ വരിക നമ്മളുടെ മോഡേണിസം, പോസ്റ്റ് മോഡേണിസം ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. പോസ്റ്റ് കൊളോണിയലിസം, അവിടെയും ഫെമിനിസത്തിന് ആ ഒരു സ്കോപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് ചോദ്യം, 2 3 അതിൽ കൂടുതലൊന്നും ചോദിക്കില്ല കേട്ടോ. 2 3 മാക്സിമം 2 എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇത്ര ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളൂ ഈ ടേംസിൽ നിന്ന്. പക്ഷേ ടേംസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞാൽ മാത്രമാണ് ഒരു വർക്കിനെയൊക്കെ അടുത്ത് മനസ്സിലാക്കാൻ പറ്റുക. അതുകൊണ്ട് അത് പഠിക്കണം. അതൊരു മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ സ്കിപ്പ് ചെയ്യാനെന്ന് ഞാൻ പറയില്ല. കാരണം അറിവെന്ന് പറയുന്നത് ഒരറിവും ചെറുതല്ല. ഓക്കെ, ഇനി ലിംഗ്വിസ്റ്റിക്സിലോട്ട് വരികയാണ്. അപ്പൊ ലിംഗ്വിസ്റ്റിക്സിലോട്ട് വരുമ്പോൾ 10 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മളുടെ ലോൺ വേർഡ്സ് ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു ചോദ്യം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ലോൺ വേർഡ്സ് ബേസ് ചെയ്തൊരു ചോദ്യം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മളുടെ ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ്, ലോൺ വേർഡ്സ് ബേസ് ചെയ്തൊരു ചോദ്യം, ഇൻഡോ യൂറോപ്യൻ ഫാമിലി ഓഫ് ലാംഗ്വേജസ് ബേസ് ചെയ്തൊരു ചോദ്യം പ്രതീക്ഷിക്കാം. ഒരു ചോദ്യം ട്രാൻസ്ക്രിപ്ഷൻ ആണ്, ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ ആയിരിക്കും. പിന്നെ സ്ട്രെസ്, റിതം, ഇൻറ്റോണേഷൻ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം ഉണ്ടാവും. എവിടെയാണ് സ്ട്രെസ് വരിക എന്ന രീതിയിലൊക്കെ ഒരു ചോദ്യം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മളുടെ മാനർ ഓഫ് ആർട്ടിക്കുലേഷൻ, ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ് ബേസ് ചെയ്ത് വരുന്ന ആ ഒരു ഓർഗൻസ് ഓഫ് സ്പീച്ചും ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സും ബേസ് ചെയ്തിട്ടുള്ള
ഏരിയ. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ട്സ് ബേസ് ചെയ്തിട്ടുള്ള ഏരിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. അവിടെ നിന്ന് 1, 2, 3 ചോദ്യങ്ങൾ വരെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ 7 ചോദ്യങ്ങളായില്ലേ. ഇനി ലാങ് പരോൾ കോമ്പീറ്റൻസും പെർഫോമൻസും, അത് ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും. അത് നിങ്ങൾക്ക് മാറ്റി നിർത്താനേ പറ്റില്ല. പിന്നെ ഫൊണോളജി, മോർഫോളജി, സിന്റാക്സ്, സെമാന്റിക്സ് ബേസ് ചെയ്തിട്ട് 2 ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ഈ ഒരു ഏരിയ വരിക. അപ്പൊ ഇവിടെ ഈ ലോൺ വേർഡ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഇന്റർ യൂറോപ്യൻ ഫാമിലി പഠിച്ചു വെക്കുക. ട്രാൻസ്ക്രിപ്ഷൻ ഒരു ചോദ്യം ഉറപ്പാണ്. സ്ട്രെസ് ഒരു ചോദ്യം ഉറപ്പാണ്. അപ്പൊ ഈ ട്രാൻസ്ക്രിപ്ഷനും സ്ട്രെസ്സും ഒക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുക. പൊതുവെ എല്ലാവർക്കും തെറ്റുന്ന ഏരിയാസ് ഇതൊക്കെയാണ്. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് സ്പീച്ച് സൗണ്ടും ഓർഗൻസ് ഓഫ് സ്പീച്ചും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു 5 മാർക്ക് ഈ ഏരിയയിൽ നിന്ന് ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയല്ലോ ഈ ഒരു ഏരിയയിൽ. ഇനി ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിലോട്ട് വരികയാണ്. ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ്. ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്മളുടെ ലിസ്ണിംഗ്, LSRW അല്ലെ. ഒരു ലാംഗ്വേജ് ടീച്ചർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏരിയയാണ് LSRW. നന്നായിട്ട് പഠിച്ചോളൂ, ഉറപ്പായിട്ടും ഒരു ചോദ്യം കിട്ടും കേട്ടോ. 1 മാർക്കാണ്, 1 മാർക്ക്. നന്നായിട്ട് പഠിക്കൂ. ലാംഗ്വേജ് അക്വിസിഷൻ ആൻഡ് ലേണിംഗ്, സ്റ്റീഫൻ ക്രാഷിന്റെ തിയറി പഠിച്ചു വെച്ചോളൂ, ഉറപ്പായിട്ടും അടുത്തൊരു മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാം. ഇനി മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ്, നമ്മുടെ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്, ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, SOS മെത്തേഡ്, കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്, ബൈലിംഗ്വൽ, ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ചസ്. ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ചസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് 2 ചോദ്യം ഈ ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഇവരുടെയൊക്കെ എക്സ്പോണൻസ് ആരാണ് എന്നത് ഒരു മാസ്റ്റിക് ഫോളോയിങ് പോലെയൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ച് പോയിക്കോളൂ, ഉറപ്പായിട്ടും ചോദ്യം വരും എന്നത് ഒരു 99% ഉറപ്പ് തരാനായിട്ട് പറ്റും. ഓക്കെ, പിന്നീട് നമ്മളുടെ ഈ AV8സും ICT ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ഇതൊക്കെയാണ്. പിന്നെ ടീച്ചിങ് ഡിസേബിലിറ്റി, ലേണിംഗ് ഡിസേബിലിറ്റിനെ ബേസ് ചെയ്തൊരു ചോദ്യം, അത് നമ്മുടെ ലാംഗ്വേജ് ബേസ് ചെയ്തിട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിൽ വരുന്ന ഡിസേബിലിറ്റീസ് ചോദിക്കാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ LSRW, അതുപോലെ തന്നെ ലാംഗ്വേജ് അക്വിസിഷൻ, സ്റ്റീഫൻ ക്രാഷൻ, മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ്. മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ ഒരു വേർഡിൽ ഒരു ഇതിൽ ഒതുങ്ങി അതല്ല, അതിൽ ഒരുപാട് സബ് വരുന്നുണ്ട് അല്ലെ. ആ സബ് എല്ലാം നമ്മൾ പഠിക്കണം. ഓക്കെ, അങ്ങനെ പഠിച്ചു പോവുക. ഇതാണ് ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷിലെ 5 ചോദ്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഒരു LSRW വന്നു, ഒരു ലാംഗ്വേജ് അക്വിസിഷൻ വന്നു, ഒരു ഡിസേബിലിറ്റി വന്നു, 2 ചോദ്യങ്ങൾ നമ്മുടെ മെത്തേഡ് ആൻഡ് അപ്രോച്ചസ് നിന്ന് വന്നു കഴിഞ്ഞാൽ 5 ചോദ്യം ആയല്ലേ. അപ്പോൾ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് സേഫ് ആയി എന്നത് മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പൊ നമ്മൾ ഓൾറെഡി നമ്മളുടെ മൊഡ്യൂൾ 1, 2, 3 40 ക്വസ്റ്റ്യൻസ് കണ്ടു. ഇവിടെ നോക്കൂ 22 ക്വസ്റ്റ്യൻസ് കിട്ടി. അപ്പൊ ഈ 40 + 22 എന്ന് പറയുമ്പോൾ 62 ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് നമുക്ക് ഓൾറെഡി സെറ്റ് ആയി അല്ലെ. 62 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രാറ്റജി നമ്മൾ സെറ്റ് ആക്കി എന്നത് പറയേണ്ടിയിരിക്കുന്നു. അടുത്തത് എല്ലാവരും കോൺഫിഡന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഈ ഗ്രാമർ എന്ന് പറയുന്നത്. ഈ ഗ്രാമർ എല്ലാവർക്കും അറിയാം, അതുപോലെ തന്നെ എല്ലാവരും അറിയാവുന്നത് കൊണ്ട് തന്നെ ഈ ഏരിയയിൽ ഒരുപാട് പ്രാക്ടീസ് അവർ ചെയ്യും. പക്ഷെ ഈ ഗ്രാമർ മാത്രം നിങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ 20 മാർക്കിലോട്ട് അല്ലെങ്കിൽ 18 മാർക്കിലോട്ട് നിങ്ങൾ ഒതുങ്ങി നിൽക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഈ ഗ്രാമറിന് പകരം, ഗ്രാമർ എന്തായാലും നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഒരു ആർട്ടിക്കിൾ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഏത് സ്റ്റുഡന്റും ആൻസർ ചെയ്യും അല്ലെ. എല്ലാവരും ആൻസർ ചെയ്യും. ഒരു 95% സ്റ്റുഡൻസും ആൻസർ ചെയ്യും. ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആൻസർ ചെയ്യില്ലേ? നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. അതുപോലെ പ്രപ്പോസിഷൻ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ആൻസർ ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. പിന്നെ ഫ്രേസൽ വെർബ്സ് ആണ് നമ്മൾ കൂടുതൽ കാണുന്നത്, അതും ആൻസർ ചെയ്യും. ഈ പൊതുവെ PSC എക്സാമിന് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഏരിയ എല്ലാവർക്കും സ്ട്രോങ് ആയിരിക്കും. റിപ്പോർട്ടഡ് സ്പീച്ച് ആവട്ടെ, കൺജക്ഷൻ ആവട്ടെ, വോയിസ് ആവട്ടെ, ഒരു ക്വസ്റ്റ്യൻ ടാഗ് ആകട്ടെ, അതൊക്കെ നന്നായിട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ ഇനി എക്സ്ട്രാ ഫോക്കസ് കൊടുക്കേണ്ട ഏരിയാസ് എന്ന് പറയുന്നത് ക്ലോസസിന് എക്സ്ട്രാ ഫോക്കസ് കൊടുക്കുക. അതുപോലെ തന്നെ ടെൻസ് ഒന്നുകൂടി നിങ്ങൾ ക്ലിയർ ആക്കി സെറ്റ് ചെയ്യുക. അതുപോലെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസസ് ഒക്കെ ഒന്ന് സെറ്റ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ പുതിയ ഏരിയാസിലോട്ട് ഒരു കൈകടത്തൽ നടത്തുക. മേക്ക് എ ഡിഫറൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു രീതിയിൽ പഠിച്ചു പോവുക. അതുപോലെ തന്നെ ഈ ആർട്ടിക്കിൾസും പ്രപ്പോസിഷൻ, ഫ്രേസൽ വെർബ്സ്, കൺജക്ഷൻ, റിപ്പോർട്ടഡ് സ്പീച്ച്, ഈ വോയിസ്, ആക്റ്റീവ് പാസീവ് വോയിസിന്റെ ഒക്കെ ബേസ് ചെയ്ത് പുതിയ കൈൻഡ് ഓഫ് ചോദ്യങ്ങളിലോട്ടൊന്ന് നിങ്ങൾ ഇറങ്ങി ചെല്ലുക. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്ന്
ഉറപ്പുവരുത്തുക. അതൊക്കെയാണ് നമുക്ക് ഗ്രാമറിൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഈ ഗ്രാമറിനേക്കാളും കൂടുതൽ ഫോക്കസ് നിങ്ങൾ വൊക്കാബുലറിക്ക് കൊടുക്കണം. കാരണം ഗ്രാമറിന് 10 മാർക്ക് മാത്രമേ ഉള്ളൂ, വൊക്കാബുലറിക്കും 10 മാർക്കാണ്. അതിന്റെ ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് അല്ലെ. അവിടെ സെന്റൻസ് കറക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ സെന്റൻസ് കറക്ഷൻ, ഓക്കെ, ഈ സെന്റൻസ് കറക്ഷൻ ഒക്കെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് പോകുക. സെന്റൻസ് കറക്ഷൻ ഒക്കെ ചെയ്ത് ക്ലോസ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വൊക്കാബുലറി എൻറിച്ച് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, കോമൺലി കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള വേർഡ്സ് നോക്കുക. അതുപോലെ പൊതുവെ ഇപ്പോൾ ഒരു ട്രെൻഡ് കാണാറുണ്ട്, ലാംഗ്വേജ് ഫംഗ്ഷൻ എഗ്രീയിങ് കംപ്ലൈനിങ് ബേസ് ചെയ്തിട്ട് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ചിലപ്പോൾ എക്സാമിന് അങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ പതറിപ്പോവാം. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങളും വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അത് നമ്മൾ ഈ കേറ്ററ്റിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. അതുപോലെ അപ്രോപ്രിയേറ്റ് വേർഡ് ഓർഡർ, സെന്റൻസ് ഓർഡർ, പാസേജ് ഫോർ കോംപ്രിഹെൻഷൻ. കോംപ്രിഹെൻഷൻ പാസേജും നിങ്ങൾക്ക് ഈ വൊക്കാബുലറിയിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ വന്നിട്ടില്ല, ഇനി വരാൻ പാടില്ല എന്നില്ല, വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഈ വൊക്കാബുലറിക്ക് കൂടി ഒന്ന് ഫോക്കസ് കൊടുക്കുക. ജസ്റ്റ് വെറുതെ ഒരു വീക്ക്ലി വൺസ് ഒക്കെ ഒരു കോംപ്രിഹെൻഷൻ പാസേജ് ഒക്കെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. അതൊക്കെ നമുക്കൊരു ആ ഒരു ട്രാക്കിൽ ഇരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ ഗ്രാമർ മാത്രമല്ല, വൊക്കാബുലറി ഉണ്ട് എന്നൊരു ഓർമ്മ നിങ്ങൾക്ക് വേണം. ആ ഒരു വൊക്കാബുലറി എൻറിച്ച് ചെയ്യാനായിട്ട് മാക്സിമം ഈ വെക്കേഷൻ ടൈം യൂസ് ചെയ്യൂ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇഡിയംസ് ആണെങ്കിലും ഫ്രേസസ് ആണെങ്കിലും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇതിനൊക്കെ നിങ്ങൾ മാക്സിമം, അതുപോലെ സ്പെല്ലിംഗ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ച് വെക്കുക. അടുത്തതായിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ജനറൽ പേപ്പർ മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. ഈ ജനറൽ പേപ്പറിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നത് നമുക്ക് അതിനെ മാച്ച് ചെയ്യാൻ സാധിക്കുക ഈ ജനറൽ പേപ്പറിന്റെ പോലെ തന്നെ വെയിറ്റേജ് ഉള്ള ഒരു ഏരിയ ഗ്രാമർ ആണ് അല്ലെ. ഗ്രാമർ ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അതിനും 20 മാർക്സ് ആണ്. അപ്പൊ നമ്മൾ അത് കണ്ടു, എങ്ങനെ പഠിക്കണം, സെലക്റ്റീവ് ആയിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം, വൊക്കാബുലറിക്ക് ഫോക്കസ് കൊടുക്കണം എന്നൊക്കെ നമ്മൾ കണ്ടു. ഇവിടെ ഈ ജനറൽ പേപ്പറിലും നമ്മൾ ഇതിലോട്ട് അട്രാക്റ്റഡ് ആവുന്നതിന്റെ ഒരു മെയിൻ റീസൺ, നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ മറ്റു PSC എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആയിരിക്കും ഒബ്വിയസ്ലി ഈ ഒരു എക്സാമിനും വരുന്നത്. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചൊരു ധാരണയുണ്ടാവും. അപ്പോൾ നമ്മൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഏരിയ എൻഹാൻസ് ചെയ്ത് അതിന്റെ പ്രാക്ടീസ് ടെസ്റ്റ് പേപ്പർ എഴുതി 20-ൽ 20 കിട്ടുമ്പോൾ 20 നേടുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പൊതുവെ ഈ ജനറൽ പേപ്പറിലോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അത് സത്യമാണ്, അത് ഒരു എന്താ പറയുക, ഒരു സൈക്കോളജിയാണ്, അത് പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് കേരള റിനൈസൻസ് ലീഡേഴ്സ്. ഇപ്പോൾ ഒരു 40-45 ലീഡേഴ്സിനെ ഒക്കെ എല്ലാവർക്കും കാണാപ്പാടാണ്. അതുകൊണ്ട് തന്നെ പുതിയ ലീഡേഴ്സിനെ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്റ്റുഡൻസ്. പുതിയ ലീഡേഴ്സിനെയൊക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു മെത്തേഡ് അല്ല, ഇതൊരു നമ്മളുടെ KS പോലെയുള്ള ഒരു എക്സാം അല്ല, HSA ആണ് എന്ന് ഓർക്കുക. ഇതിന്റെ PYQs അനലൈസ് ചെയ്യുമ്പോൾ വളരെ സർഫേസ് ലെവൽ ചോദ്യങ്ങളൊക്കെ തന്നെയാണ് റിനൈസൻസ് ലീഡേഴ്സിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. പിന്നെ അത് മാച്ച് ദി ഫോളോവിങ് ആയിട്ടോ ഒന്ന് കൺഫ്യൂസിങ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് കൈൻഡ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് എന്ന് മാത്രം. അപ്പൊ ആ രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്ത് ആൻസർ ചെയ്യാൻ എന്തായാലും പറ്റും. വളരെ ഡെപ്തിൽ PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിട്ടും തോന്നാം. അതുപോലെ തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. കുറച്ച് ഡെപ്തിലൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോയിക്കോളൂ. ഒരു സ്റ്റേറ്റ്മെന്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്ത് പോകാനായിട്ട് പറ്റും. പക്ഷെ ഇതിനു വേണ്ടി മാത്രം നിങ്ങൾ സമയം കളഞ്ഞിരിക്കരുതും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നമ്മൾ കറണ്ട് അഫയേഴ്സിന് ഓവർ ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്റ്റുഡൻസ് പോകുന്നുണ്ടോ എന്ന് ഒരു സംശയം നമ്മൾ കാണുന്നുണ്ട്. കാരണം ഈ കറണ്ട് അഫയേഴ്സ് വെറും 2 മാർക്കിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ലിറ്ററേച്ചർ പോർഷൻസ് പോലും പഠിക്കേണ്ട സമയം ഈ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ കളയുന്നത്. ഓക്കെ, അപ്പൊ ഈ കറണ്ട് അഫയേഴ്സിലെ മെയിൻ പോയിന്റ്സ് നിങ്ങൾ നോക്കുക. അത് നിങ്ങളുടെ ഒരു കാഷ്വൽ ടൈമിൽ നിങ്ങൾ അത് കേൾക്കുക. അത് നിങ്ങൾ ഈ നമ്മൾ ഈ കിച്ചണിലൊക്കെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ കേൾക്കേണ്ടത് ഈ കറണ്ട് അഫയേഴ്സ് ആണ് എന്ന് ഞാൻ പറയും. കാരണം മറ്റു കാര്യങ്ങൾക്കൊക്കെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട എന്നല്ല, ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. കാരണം ഈ 2 മാർക്കിനോ 3 മാർക്കിനോ വേണ്ടിയിട്ട് എന്തിനാണ് നിങ്ങൾ ഇത്രയും സമയം കളയുന്നത്? ഓക്കെ, ഇപ്പോൾ 2023 മുതലുള്ളത് കാണാപ്പാഠം പഠിച്ച് അതൊന്നും ഓർമ്മയില്ലാത്തൊരവസ്ഥ, അതിന്റെ ടെസ്റ്റ് പേപ്പേഴ്സ് എഴുതുന്നു അങ്ങനെ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു വേയിൽ അതിനെ അപ്രോച്ച് ചെയ്യുക എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം 2 മാർക്ക് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ഈ കേരള റിനൈസൻസ് ലീഡേഴ്സിൽ നിന്നും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുക ഒരു 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും പ്രതീക്ഷിക്കാം. 5 ചോദ്യങ്ങൾ.
കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും 5 6 ഓക്കെ 6 7 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ബാക്കി 2 എണ്ണം എവിടെ നിന്നാണ്? കറണ്ട് അഫയേഴ്സ്. അത് ചിലപ്പോൾ 2 ആവാം 3 ആവാം, അതിൽ കൂടില്ല കേട്ടോ. അപ്പൊ ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മളുടെ മാർക്ക് പോവുക എന്ന് ഓർക്കുക. ഇനി നിങ്ങൾ ഫോക്കസ് കൊടുക്കേണ്ടത്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ പലപ്പോഴും പലവരും ഫോക്കസ് ചെയ്യാറില്ല. കാരണം എല്ലാവർക്കും അറിയാവുന്ന ഏരിയാസ് ഉണ്ടല്ലോ. റിനൈസൻസ് ലീഡേഴ്സ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് അല്ല നമ്മൾക്ക് ടീച്ചിങ് മെത്തഡോളജിയിൽ ഉള്ളത് എന്ന് ഓർക്കുക. അതുപോലെ ചോദ്യം വരുന്ന ഏരിയാസ് അതിലും കുറവാണ്. നമ്മുടെ സിലബസ് ഇത്രയും വൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചോദ്യം ചോദിക്കുന്നത് ഈ ലേണിംഗ് തിയറീസ് ഒന്ന് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ഒരെണ്ണമൊക്കെ വന്നിട്ടുള്ളൂ, 1 2 ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. പക്ഷേ ഈ കറിക്കുലം ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ വരാം. അസസ്മെന്റ് ഇവാലുവേഷൻ, CCE, അതിനെയൊക്കെ ബേസ് ചെയ്ത് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ചോദ്യം വരുന്നത്. ടീച്ചർ ക്വാളിറ്റീസ് ആൻഡ് കോമ്പിറ്റൻസി, നമ്മുടെ ആക്ഷൻ റിസർച്ച്, മൈക്രോ ടീച്ചിങ്, ഇതൊക്കെയാണ് ടീച്ചിങ് മെത്തഡോളജിയിൽ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ. ഓക്കെ, ഇവിടെയും ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പൊതുവെ PYQs കണ്ടിട്ടുള്ളത്. ഇനി അങ്ങനെ ചോദിക്കുമോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം കാര്യങ്ങളൊക്കെ ഒന്ന് വ്യക്തമായി മനസ്സിലാക്കി വെക്കൂ. മനസ്സിലാക്കിയാൽ തന്നെ നമ്മൾക്ക് എന്ത് ചെയ്യാം, ആൻസേഴ്സ് ആപ്ലിക്കബിലിറ്റി ലെവലിൽ ചോദിച്ചാലും നൽകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെയും ചെയ്യുന്നൊരു അബദ്ധം നമ്മൾ ഈ തിയറീസിലൊക്കെ കുടുങ്ങിക്കിടക്കും. പിയാഷെ, ബ്രൂണർ, ഗാഗ്നെ, വൈഗോട്സ്കി, ഒസുബൽ, ഇവരുടെയൊക്കെ തിയറീസ് പഠിച്ചിങ്ങനെ വളരെ സന്തോഷത്തോടെ ഇരിക്കും. അപ്പൊ അങ്ങനെ ഇരിക്കാതെ കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് ഇറങ്ങി വരിക. ഓക്കെ, തിയറീസ് ഒക്കെ ഓൾറെഡി LP UP ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണല്ലോ. നിങ്ങളുടെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഏരിയയിലാണ് നിങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത്, സ്റ്റക്കായി നിൽക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ അതിൽ ഇൻഡെപ്തിൽ പഠിച്ചു പോവുകയാണെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. അതിൽ നിന്ന് മുന്നോട്ട് വന്ന് പുതിയ കാര്യങ്ങളിലോട്ട് ഇറങ്ങിച്ചെല്ലാനാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം ടീച്ചിങ് മെത്തഡോളജി 5 മാർക്ക് ഉറപ്പാണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരും. അത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ റിനൈസൻസ് ലീഡേഴ്സിനെ 10-50 റിനൈസൻസ് ലീഡേഴ്സിനെയും സോഷ്യൽ റിലീജിയസ് മൂവ്മെന്റ്സും ഒക്കെ പഠിച്ചിട്ട് 5 മാർക്ക് നേടുന്നതിനേക്കാളും കുറച്ച് ടോപ്പിക്സ് പഠിച്ച് 5 മാർക്ക് നേടുന്നതല്ലേ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സെൻസ് നിങ്ങൾ ഉപയോഗിക്കുക. ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ ഇത്രയും പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു 5 മാർക്കിന്റെ 6 മാർക്കിന്റെ ചോദ്യങ്ങൾ കിട്ടുന്നു. അതിൽ നിങ്ങൾ 3 എണ്ണം അറ്റംപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇപ്പൊ കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ എത്രയോ പഠിച്ചിട്ടാണ്. അപ്പോൾ എവിടെയാണോ ഫോക്കസ് കൊടുക്കേണ്ടത് ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, ആ രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ 20ൽ നിങ്ങൾക്ക് ഒരു 18 ഉറപ്പായിട്ടും മേടിക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഈ സ്ട്രാറ്റജി ബേസ് ചെയ്ത് April 1 മീരാസ് ഇംഗ്ലീഷ് ഹബിൽ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതുവരെ നമ്മൾക്ക് മെന്റർഷിപ്പ് ബാച്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റെക്കോർഡഡ് നോർമൽ ബാച്ചസ് ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ റെക്കോർഡഡ് ബേസിക് കോഴ്സ് ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മളുടെ ക്ലാസ്സിൽ റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആവുക. ഈ റെക്കോർഡഡ് ക്ലാസ്സസിൽ ഈ ഫസ്റ്റ് 60 ഡേയ്സ് ഫോക്കസ് ചെയ്യുക 40 മാർക്കിന്റെ നമ്മളുടെ 1, 2, 3 എന്ന് പറയുന്ന മോഡ്യൂൾസിനായിരിക്കും ഇമ്പോർട്ടൻസ്. ഈ ഹോട്ട് ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും. അത് നിങ്ങൾക്ക് മാക്സിമം യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റെക്കോർഡഡ് ബാച്ച് ആകുന്നത് ബേസിക് കോഴ്സ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഹൈബ്രിഡ് കോഴ്സസിലും ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ ബേസിക് കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 3500 ആണ്. ഇപ്പോൾ റംസാൻ ഓഫർ ആയിട്ട് വരുന്നത്. അപ്പോൾ 3500 നിങ്ങൾക്ക് 2 ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സിൽ പേ ചെയ്യാം. 2 പ്രാവശ്യമായിട്ട് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് പേ ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഇവിടെ നമ്മളുടെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നോട്ട്സ് ആണ്. നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ നോട്ട്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ MCQs എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. പ്രാക്ടീസ് ടെസ്റ്റ് പേപ്പേഴ്സും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. വാട്സ്ആപ്പ് സപ്പോർട്ടും ഉണ്ടായിരിക്കും ഈ ബേസിക് കോഴ്സിൽ പോലും. ഓക്കെ, ജനറൽ പേപ്പറും എല്ലാം പഠിക്കാനായിട്ടുള്ള ഒരു അവസരം ബേസിക് കോഴ്സിലും നിങ്ങൾക്ക് ഉണ്ട്. ഇനി എന്താണ് ഹൈബ്രിഡ് കോഴ്സ്? ഹൈബ്രിഡ് കോഴ്സ് എന്ന് പറയുന്നത് നമ്മളുടെ മെന്റർഷിപ്പ് ബാച്ച് ആണ്. അപ്പോൾ മെന്റർ ആയിട്ട് ഞാൻ തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. നിങ്ങൾക്ക് ഡൗട്ട് ഡയറക്റ്റ് ആയിട്ട് ക്ലാരിഫൈ ചെയ്യാം. കൂടാതെ നമുക്ക് വാട്സ്ആപ്പ് സപ്പോർട്ട് ഉണ്ട്. നമ്മൾ ഒരുപാട് മെത്തേഡ്സിലൂടെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. സ്റ്റഡി പ്ലാൻ ഉണ്ട്. സ്റ്റഡി പ്ലാൻ ബേസിക് കോഴ്സിലും ഉണ്ട് കേട്ടോ. 120 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ഇവിടെയും അവൈലബിൾ ആണ്. ഈ ഹൈബ്രിഡ് കോഴ്സിൽ നിങ്ങൾക്ക് 3+3 റിവിഷൻ കൂടി കിട്ടുന്നു. അപ്പൊ ഞാൻ ആദ്യം സ്പേസ്ഡ് റിവിഷനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ ഒരു സ്പേസ്ഡ് റിവിഷന് സ്കോപ്പ് ഉള്ള ഒരു ബാച്ച് കൂടിയാണ് നമ്മുടെ ഹൈബ്രിഡ് ബാച്ച്. ഓൾറെഡി നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. April 1 ഓൺവേർഡ്സ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സസ് റിവിഷനും ഇന്റഗ്രേറ്റഡ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഒരു ടോപ്പിക് ഈച്ച് ടോപ്പിക് ലൈവ് ആയിട്ട് നമ്മൾ റിവൈസ് ചെയ്യുന്നു. അതൊരു മെത്തേഡിലൂടെയാണ് ഞങ്ങൾ ചെയ്യുന്നത്.
വളരെ ഇഫക്റ്റീവ് ആണ്. ഒരു 30 മിനിറ്റ് കൊണ്ട് ഒരു കാര്യം വ്യക്തമായിട്ട് പഠിച്ചെടുക്കുന്നു. 3+3 ടോപ്പ് 6, അതായത് ഓരോ ജില്ലയിലെയും ടോപ്പ് 6നെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ബാച്ചസ് ആണ് ഹൈബ്രിഡ് ബാച്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മളുടെ ഈ റിവിഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മെന്റർഷിപ്പ് ബാച്ച് ആണ്. സ്റ്റഡി പ്ലാൻ അതിൽ ടോപ്പർ സ്ട്രാറ്റജി ഉണ്ട്, ഹോം മേക്കേഴ്സ് കമ്പാനിയൻ ബാച്ച് ഉണ്ട്, അങ്ങനെ ഓരോ 180 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ പോകുന്ന ബാച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ബാച്ചസ് ആണ് ഹൈബ്രിഡ് കോഴ്സിൽ വരുന്നത്. ഹൈബ്രിഡ് കോഴ്സ് 4,999 ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്, ഓഫറിലുള്ളത്. അത് നിങ്ങൾക്ക് 2 ടൈം ഇൻസ്റ്റാൾമെന്റിൽ പേ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ കോഴ്സ് ഡീറ്റെയിൽസ്. എന്താണ് നമ്മൾ ഈ ഒരു വെക്കേഷൻ സ്ട്രാറ്റജിക്ക് വേണ്ടി നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നത് എന്നത്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക എങ്ങനെ ഈ ഒരു വെക്കേഷൻ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം എന്നത്. കാരണം ഈ 60 ഡേയ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നിർണായകരമായ 60 ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ 60 ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളെ അടുത്ത വർഷം ഈ സമയത്ത് ആ ഒരു സ്വപ്നതുല്യമായ പദവിയിലോട്ട് എത്തിക്കാൻ സാധ്യതയുള്ള 60 ദിവസങ്ങളാണ്. അത് മാക്സിമം മനസ്സിലാക്കി, നിങ്ങളുടെ ലൈഫാണ് എന്ന് മനസ്സിലാക്കി സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഉണ്ട്. കൂടാതെ നമ്മൾ ഫ്രീ ഡെയിലി റാങ്ക് ബൂസ്റ്റർ സെഷൻസ് ഒക്കെ ആപ്പ് ത്രൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ ഫ്രീ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു. ഹാപ്പി ലേണിംഗ്.